ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വാട്ടർ പ്യൂരിഫയർ ഫൈറ്റർ 2.0 എന്നൊരു മോഡൽ, ഈ ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ സ്ക്രൂ ചെയ്യുക, ഹാങ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും ഇതിൻ്റെ ടാപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കസ്റ്റമർ വീട്ടിൽ തന്നെ ആദ്യം ഓർഡർ എടുക്കുമ്പോൾ തന്നെ അത് നോക്കണം, ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ ഏറ്റവും താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഫൈറ്റർ ഇപ്പോൾ ഇത് ഓർഡർ എടുത്ത ആൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. കസ്റ്റമറുടെ വീട്ടിൽ 2 പ്ലേസ് ഉള്ളതുകൊണ്ട് അത് ഓക്കെ ആയി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടി വന്നതിന്. ഇപ്പോൾ ആൾറെഡി വെച്ച സ്പേസിൽ ഓക്കെ ആണ്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പറ്റും. ജഗ്ഗൊക്കെ വെച്ച് നോക്കിയതാണ്. അപ്പം ഒരു ലൈറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു 3 ലൈറ്റൊക്കെ വരും. പ്യൂരിഫയിങ് മെഷീൻ ഓണാണ്, പിന്നെ ടാങ്ക് ഫുള്ള്. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഷീനൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ടാപ്പ് വരുന്ന ഏറ്റവും താഴെയാണെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി നമ്മൾ അത്യാവശ്യം വലിയ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളൊക്കെ പിടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല, ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫസ്റ്റ് നമ്മളിത് വെക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്പേസിലാണ്. എന്തോ ഭാഗ്യത്തിന് ഇത് ബിൽഡിംഗ് കോൺട്രാക്ടർ എക്സ്ട്രാ ഒരു പോയിൻ്റ് അവിടെ ഇട്ടതുകൊണ്ട് മാത്രം നോക്കി ഇവിടെ വെക്കാൻ പറ്റിയതാണ്. ആക്ച്വലി ഇതൊരു അയണിങ് സ്പേസും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്പേസും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി അത് ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് ഭാഗ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അത്രയും ഓപ്പണായിട്ടാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഹാളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ കാണാൻ പറ്റും. നോർമലി അപ്പർ സൈഡ് ആണെങ്കിൽ കുറച്ചുകൂടി കവേഡായിട്ട് ഞാൻ ഇത് 2 കിച്ചൺ ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു പോർഷനാണ്. അത്യാവശ്യം മെഷീൻ കുഴപ്പമില്ല. ഈ ഒരു പോർഷനിലാണ് ആദ്യം വെക്കാതിരുന്നത്, ഇപ്പോൾ കവേഡായി പോകാൻ. ഇങ്ങനെയുള്ള 2 സ്ഥലങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും വെക്കാൻ ചൂസ് ചെയ്യാൻ കുറച്ച് നല്ലത്. മറ്റേടം ഈ ഒരു ടൈലും കബോർഡൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് ഇരിക്കത്തില്ല. അപ്പോൾ നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ആ മെഷീൻ അവിടെ ഇരിക്കുമോ, നിങ്ങൾക്ക് വെള്ളം കിട്ടുമോ, വെള്ളം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം അറ്റ്ലീസ്റ്റ് നമുക്കൊരു കുപ്പിയിലെങ്കിലും എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. മോശം മീൻസ് നമുക്കത് പാടായിരിക്കും യൂസ് ചെയ്യുന്നവർക്ക്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ഒരു ഗ്ലാസ് പോലും വെക്കാൻ പറ്റില്ല. ആ ഒരു ഇത്രയും ഹൈറ്റേ ഉള്ളൂ, കറക്റ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസും കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അറിയാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മോഡൽസിനെ കുറിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.